കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു കേക്കാണ്. ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ കേക്ക് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ചൂട് പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായി 2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. ഒരു 3 തവണയെങ്കിലും സീവ് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. എങ്കിൽ മാത്രമേ ആ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തും ഈവനായി എത്തിച്ചേരുകയും കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യുകയുള്ളൂ. പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം അതിനകത്തേക്ക് 1.25 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 4 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയെടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 4 മുട്ട ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ മുട്ടയും ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്ലഫി ആവുന്ന സമയം വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പാനിൽ 1 കപ്പ് അളവിൽ പാലെടുത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ബട്ടർ മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിൽ നിന്നും ഒരു ഭാഗം ചേർത്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ മൈദ ഒന്ന് അതിൽ മിക്സായി കിട്ടാൻ വേണ്ടി ചെറിയ സ്പീഡിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മൈദ കൂടെ ചേർത്ത് നമുക്കിതുപോലെ ചെറിയ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ബീറ്ററിന് പകരം ഒരു സ്പാറ്റുലയോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെറിയ സ്പീഡിൽ ഒന്ന് കറക്കിയതിന് ശേഷം ബീറ്റർ ഇവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈദ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം പിന്നീട് ഞാനൊരു സ്പാറ്റുല യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സൈഡിലുള്ള മാവെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ചൂടാവാൻ വെച്ചിരിക്കുന്ന ആ ബട്ടർ എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് പാലും ബട്ടറും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഒരു പോർഷൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് പാലും ബട്ടറും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ചൂട് പാലും ബട്ടറും ഞാൻ എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 കപ്പ് മൈദ എടുക്കുന്നത്. നിങ്ങൾക്കൊരു ചെറിയ കേക്ക് മതിയെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് മൈദ എടുത്താൽ മതി. അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാനില എസൻസ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വാനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബട്ടർ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ചേർക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൻ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 170 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്കാണ് നമ്മുടെ ട്രേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാവ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനകത്തെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ബേക്കിങ്ങിന് ടൈം ആവശ്യമായി വന്നത് 175 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് സമയമാണ് ഞാനിവിടെ ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം ഞാനിത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തുനിന്നും എത്തുന്ന വിധത്തിൽ ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നിങ്ങൾ ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ന്യൂ ഇയറിന് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് കേക്ക് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂട് പാൽ ചേർക്കുന്ന സമയത്ത് ഒരു സംശയമായിരിക്കും കേക്ക് നന്നാവുമോ എന്നെല്ലാം. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.